വെണ്ടക്കായ വെച്ച് ഒരു പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയൊരു കറിയാട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഈ ചട്ടിയായ കാരണം കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്ക്. ഇനി കൂടുതൽ വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചാൽ അത് വെച്ചോളൂ, കുഴപ്പമില്ല. നന്നായി ചൂടാവുമ്പോഴേ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് പൊട്ടിക്കുക കേട്ടോ. കടുകല്ല വേണ്ടത്, ജീരകമാണ് വേണ്ടത്. അവരുടെ ഫ്ലേവറിനനുസരിച്ച് കൂടുതലോ കുറവോ ഇട്ടോളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ സവോള എല്ലാം ഞാൻ ചെറുതായി കുനുകുനോ എന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ കുറച്ച് നമ്മുടെ കറിവേപ്പിലും കൂടി ഇട്ടാൽ നല്ലതാണ്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് വരണേ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. നന്നായി വഴന്ന് വരാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടത് നമ്മുടെ വെണ്ടക്കായ, അതെ ഇങ്ങനെ നീളനെ പകുതി മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ സിമ്മിൽ കിടന്ന് വേവണം. മൂടിയൊന്നും വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചാൽ മതി. മൂടി വെച്ചാൽ അതിങ്ങനെ ഞോള പോലെ ഇങ്ങനെ വരും. അപ്പോൾ മൂടിയൊന്നും വെക്കണ്ട, അല്ലാതെ തന്നെ വഴറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കിതിൽ. നന്നായിട്ടൊന്ന് വെന്ത് വരണേ. സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഒന്നാമത് തന്നെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒന്ന് ഏകദേശം ആയി വരുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളിടുന്ന ഈ പൊടികളൊക്കെ ഇല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് കാരണം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വേവണം നന്നായിട്ട്. നമ്മുടെ വെണ്ടക്കായൊക്കെ നന്നായിട്ട് വെന്ത് വരണേ. ഞാൻ ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തേട്ടാ. ഒരുമിച്ച് ചേർത്താലും കുഴപ്പമില്ല. ഞാൻ മറന്നുപോയി ചേർക്കാനായിട്ട്, അതുണ്ടായി. അത് കാരണം പിന്നീട് ഓർമ്മ വന്നപ്പോഴാണ് പെട്ടെന്ന് ചെയ്തത്. നന്നായിട്ട് സിമ്മിൽ വെച്ച് നന്നായി ഒന്ന് ആ പച്ചമണം മാറുന്ന വരെ നന്നായി മിക്സ് ചെയ്യണം. വെണ്ടക്കായ ഒന്ന് ജസ്റ്റ് വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും, വെണ്ടക്കായ വേവില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പാത്രം തൈരാണ് ചേർക്കണത്. അതിൻ്റെ കട്ടയ്ക്കൊന്ന് നന്നായി കയ്യിൽ വെച്ച് ഉടച്ചു. അതിന് ശേഷം ആ തൈര് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിനെ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഒന്ന് തള വരുമ്പോൾ, ജസ്റ്റ് തിളയ്ക്കാൻ പാടില്ല, തള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നല്ല കട്ട തൈര് വേണം ഉപയോഗിക്കാൻ. അത് നന്നായി ഉടച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. തിള വന്നു തുടങ്ങിയാൽ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പും ചെറുതായി പുളിയും എരിവൊക്കെയുള്ള നല്ല അടിപൊളി കറിയാട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ഒരു കറിയാണ്. ഏകദേശം തിള വന്നു തുടങ്ങി. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മളിത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ് ചെയ്തത്. നമ്മൾ കഴിച്ചത് ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം. അപ്പോഴേക്കും നല്ല തിക്കായിട്ട് അത് ഗ്രേവിയൊക്കെ നല്ല തിക്കായി. നാളികേരമൊന്നും അരയ്ക്കാതെ ചെറിയ പുളിയും എരിവും ഉപ്പൊക്കെയുള്ള ഈ വെണ്ടക്കായ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും.